ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ ആർക്കാണ് വോട്ട് കൂടുതൽ? ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ കയറാൻ പോകുന്നത്? 5 പേർക്കേ അവസരമുള്ളൂ. ഇപ്പൊ 12 പേരുണ്ട്. ഈ 12 പേരിൽ ആരൊക്കെയാണ് ഔട്ടാവാൻ പോകുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞോ? ഏതൊക്കെ എപ്പിസോഡിലാണ് ഔട്ടാവാൻ പോകുന്നത്? ഇപ്പൊ വോട്ടിങ്ങുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രാം തീയതി വരെയാണ് വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആയിട്ടുള്ളത്? എപ്പോഴാണ് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നത്? അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞോ അതോ ഷൂട്ടിംഗ് തുടങ്ങിയില്ലേ? എപ്പോ ലാലേട്ടനാണോ ഇനി വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്? അതോ അതിനു മുന്നേ തന്നെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ ഇനി എലിമിനേഷൻസ് ഉണ്ടാകുമോ? ഈ കാണിക്കുന്നതൊക്കെ ഫെയർ ആണോ? ജഡ്ജസിന് ആരെങ്കിലും ഇതിനകത്ത് കയറണമെന്ന് പേഴ്സണൽ താല്പര്യം എടുത്തുകൊണ്ട് ഫേവറേറ്റിസം കാണിക്കുന്നുണ്ടോ? അങ്ങനെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ അവസാന 12 പേരുടെ വോട്ടിംഗ് സ്റ്റാറ്റസുകൾ, അതുപോലെ തന്നെ അതിന്റെ വോട്ടിംഗ് ലൈൻസിന്റെ അപ്ഡേറ്റുകൾ, ആരൊക്കെയാണ് സെലക്ട് ആവാൻ പോകുന്നത്, ആരൊക്കെയാണ് ഔട്ട് ആവാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു കംപ്ലീറ്റ് അപ്ഡേറ്റ് വീഡിയോയാണിത്. സോ എല്ലാവർക്കും എൻ്റെ മൂൺലൈറ്റ് മീഡിയയിലോട്ട് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാനും നിങ്ങളുടെ ഓരോ ലൈക്ക് തന്ന് എനിക്ക് കോൺഫിഡൻസും മോട്ടിവേഷനും കൂട്ടാനും മറക്കരുത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം FBയിലോ ഇൻസ്റ്റയിലോ ആണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ മസ്റ്റായിട്ട് പേജ് ഫോളോ ചെയ്യാനും ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യാനും മറന്നു പോവരുത്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ നമുക്കറിയാം മൊത്തം 21 ദിവസമാണ് ഉള്ളത്. ഇപ്പൊ 14 ദിവസം കഴിഞ്ഞു. ഇനി വെറും 7 എപ്പിസോഡുകൾ കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമുക്കറിയാം ഒരു എപ്പിസോഡ് 9 മുതലൊക്കെ പിന്നെ എവിക്ഷൻ ഒന്നും ഇല്ല അല്ലേ? ഇപ്പൊ 5 ദിവസമായിട്ട് എവിക്ഷൻ ഒന്നും ഇല്ല, എലിമിനേഷൻ ഒന്നും ഇല്ല. വോട്ടിംഗ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവസാന 12 പേരാണ് ഇപ്പോൾ ഉള്ളത്. ആരൊക്കെയാ? ശ്യാം, ഷിജുലാല്, രാകേഷ്, അഫിയാനാസ്, ഷാമോൻ, ഷിജിൻ, ലോലിത, പൂജ, താഷി, സോന, ഷിബിന, എൽദോ. ഇവര് 12 പേര്. അപ്പൊ ഇവരിൽ നിന്നും എത്ര പേരാണ് ബിഗ് ബോസിനകത്തേക്ക് കയറാൻ പോകുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് വോട്ട് കൂടുതൽ എന്ന് നമുക്ക് അറിയണ്ടേ? ആദ്യം ഈ വോട്ടിംഗ് എത്രാം തീയതി വരെ ഉണ്ടെന്ന് നമ്മൾ അറിയണം. വോട്ടിംഗ് സെപ്റ്റംബർ 4-ാം തീയതി വരെ നമുക്ക് വോട്ട് ചെയ്യാം. സെപ്റ്റംബർ 4-ാം തീയതി രാത്രി 12 മണി വരെ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് സെപ്റ്റംബർ 4-ാം തീയതി വരെ നമുക്ക് വോട്ട് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ വിന്നറിനെ അല്ലെങ്കിൽ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുന്നത് സെപ്റ്റംബർ 5-ാം തീയതിയാണ്. സെപ്റ്റംബർ 5-ാം തീയതിയാണ് വിന്നറിനെ പ്രഖ്യാപിക്കുന്നത്. അതായത് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ച്, ബിഗ് ബോസ് 8ന്റെ ഗ്രാൻഡ് ലോഞ്ച് നടക്കുന്ന ദിവസമാണ് ഇതിന്റെ വിന്നറിനെ പ്രഖ്യാപിക്കുന്നത്. അതും ലാലേട്ടൻ തന്നെ ആയിരിക്കും പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് 4-ാം തീയതി വരെ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇനി ലാലേട്ടൻ പ്രഖ്യാപിക്കുമ്പോൾ ആർക്കായിരിക്കും വോട്ട് കൂടുതൽ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഗ്നിപരീക്ഷ ഇനി 7 ദിവസം കൂടിയേ ഉള്ളുവെങ്കിലും സെപ്റ്റംബർ 5-ാം തീയതി വരെ അല്ലെങ്കിൽ സെപ്റ്റംബർ 4-ാം തീയതി വരെ ഇനി 8 ദിവസമുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 30-ാം തീയതി അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് ഉണ്ടാവത്തില്ല. അന്ന് സ്റ്റാർ സിംഗർ സീസൺ 10ന്റെ ഗ്രാൻഡ് ഫിനാലെയാണ്. അതുകൊണ്ട് അന്ന് അഗ്നിപരീക്ഷ ഇല്ല. ഓക്കെ, അത് ആദ്യം ഞാൻ പറയുന്നു. ഇനി നമ്മുടെ ഈ അഗ്നിപരീക്ഷയിലെ കണ്ടസ്റ്റൻസിന് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിലേക്ക് പോകാൻ സാധ്യതയുള്ളത് ആരാണ്? ജഡ്ജസിനും തീരുമാനിക്കാം, പ്രേക്ഷകർക്കും തീരുമാനിക്കാം. എനിക്ക് തോന്നുന്നത് ബേസിക്കലി ഇതിന്റെ ഒരു അടിസ്ഥാനം വോട്ടിംഗ് ആണല്ലോ. ഇപ്പം വോട്ടിങ്ങിലൂടെ ഒരു 2 പേരെ അല്ലെങ്കിൽ 3 പേരെ, വോട്ടിംഗ് കൂടി നിൽക്കുന്ന 3 പേരെ ആദ്യം തന്നെ സെലക്ട് ആക്കും. എന്നിട്ട് 2 പേരെ കൂടി അല്ലെങ്കിൽ 3 പേരെ കൂടി ജഡ്ജസിന്റെ ഇഷ്ടത്തിന് സെലക്ട് ആക്കും. അങ്ങനെ മൊത്തത്തിൽ 5-ഓ 6-ഓ പേരായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അതാണ് കാര്യം. ഇനി പറയാനുള്ളത്, ഇപ്പൊ 5 ദിവസമായി വോട്ടിങ്ങുകൾ തുടങ്ങിയിട്ട് ഇതിനകത്ത് നമ്മുടെ ആദ്യമായിട്ട് എനിക്ക് ബിഗ് ബോസ് വീട്ടിലോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളതും പോവാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് ജഡ്ജസ് സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് സോനയായിരിക്കും, 1-ാമത്തെ ആള്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രേക്ഷകർ സെലക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോന ചൊറിയാണ്, സോന അതാണ് ഇതാണെന്നൊക്കെ പറയുമായിരിക്കും, നമ്മുടെ മലയാളി പ്രേക്ഷകരാണ്. പക്ഷേ ജഡ്ജസിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസ് മേക്കേഴ്സിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിന് അനുയോജ്യരായിട്ടുള്ള ഒരാളാണ് ഈ 12 പേരിൽ സോന. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോന ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ തമിഴിലെ വനിതാ വിജയകുമാർ അല്ലെങ്കിൽ ഹിന്ദിയിലെ രാഖി സാവന്തിന്റെയൊക്കെ മറ്റൊരു വെർഷൻ തന്നെ ആയിരിക്കും സോന എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അഗ്നിപരീക്ഷയിലെ ഈ കണ്ടസ്റ്റൻസിന് സോന ടാർഗറ്റ് ആണെങ്കിൽ, സോന അത്രയേറെ അവരെ വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഷീസ് എക്സാക്ട്ലി ലൈക്ക് ആരെ പോലെ? വനിത ഓർ രാഖി, ഇവരെ പോലെ ആയിരിക്കും.
സോനയുടെ വാക്കുകൾ സോനയ്ക്ക് വഴക്കുണ്ടാക്കാനും അടിയുണ്ടാക്കാനും കണ്ടന്റ് ഉണ്ടാക്കാനും ഓട്ടോമാറ്റിക്കലി പറ്റും. അവിടെ ക്രിയേറ്റഡ് ആയിട്ടൊരു സാധനത്തിന്റെ ആവശ്യമേ ഇല്ല. സോ സോനയെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്താൽ മിക്സ്ചർ ഓഫ് കണ്ടന്റ്സ് കിട്ടും എന്നുള്ള കാര്യത്തിലും എക്സ്ട്രാ മസാല കിട്ടും എന്നുള്ള കാര്യത്തിലും ഒരു കൺഫ്യൂഷനും വേണ്ട. സോ ജഡ്ജസ് ചൂസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഓപ്ഷൻ സോനയായിരിക്കും. അത് ട്രൂലി ഫെയറും ആയിരിക്കും എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങൾ പല പല വ്യക്തികളാണ്, നിങ്ങൾക്ക് പല പല ഒപ്പീനിയൻ ആയിരിക്കും, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. രണ്ടാമത്തെ ജഡ്ജസിന്റെ അഭിപ്രായത്തിൽ വരാൻ പോകുന്ന പേര് ഷിബിന ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബിന ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ഇല്ല എങ്കിലും പറയുന്ന താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനുള്ള ഒരു കഴിവ്, അതായത് വ്യക്തമായി പറഞ്ഞാൽ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് ഷിബിനയ്ക്കുണ്ട്. വഴക്ക്, അടി, പോയിന്റ്സ് വെച്ച് ഓരോരോ കാര്യം പറയുന്നതൊക്കെ കുടുങ്ങുന്നിടത്ത് കിടന്ന് വീണെടുത്ത് കിടന്ന് ഉരുളും. എന്നാലും 4 കാലിൽ പൂച്ച വീണതുപോലെ വീഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിബിനയ്ക്ക് സംസാരിക്കാൻ അറിയാം. അത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ് നമ്മുടെ ബിഗ് ബോസിൽ. അപ്പൊ അതുകൊണ്ട് ഷിബിനയ്ക്ക് മൈൻഡ് ഗെയിമും അറിയും. ഇപ്പൊ തന്നെ അഗ്നിപരീക്ഷയിൽ നമുക്കറിയാം പലരിടത്തും പോയി പലരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ടെന്നാണ് കണ്ടസ്റ്റൻസ് പറയുന്നത്. സോ ഷിബിനയ്ക്ക് നല്ല ഒരു ശതമാനം ചാൻസ് ബിഗ് ബോസിനകത്ത് പോകാനായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ജഡ്ജസ് സെലക്ട് ചെയ്യാൻ പോകുന്ന കണ്ടസ്റ്റന്റ് ആരായിരിക്കും? നമ്മുടെ ഷിബിനയായിരിക്കും. ദെൻ മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് ജഡ്ജസ് സെലക്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു താഷി ആയിരിക്കാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഷിയുടെ ക്യാരക്ടറിൽ താഷി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരടുത്ത് ഒരു ഇമോഷൻ ഇല്ല, ഞാൻ എങ്ങനെയാണ് കളിക്കുന്നത്, എനിക്കൊരു ചതി പറ്റിയതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന കളിക്കാനാണ്, ചതിക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കും. താഷിയുടെ ഉള്ളിൽ നമുക്കറിയാം എല്ലാത്തിനും കൂടെ നിന്നിട്ട് ലാസ്റ്റ് പിന്മാറുന്ന ആളാണ് താഷി എന്നാണ് ആ വീട്ടിൽ എല്ലാവരും പറയുന്നത്. എല്ലാത്തിനും കൂടെ നിൽക്കുമെന്ന് കാണിച്ചുകൊണ്ട് പുറമെ അങ്ങനെ തോന്നും, പക്ഷെ ഒന്നിലും ഉണ്ടാവത്തില്ല. എന്നിട്ട് ബാക്കിയുള്ളവരുടെ തലയിൽ ഇട്ട് കൊടുക്കും. അതാണ് താഷി എന്നാണ് അവരെല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സണെ, അല്ലെങ്കിൽ താഷി എന്ന് പറഞ്ഞ ഇമോഷനെ മാറ്റർ ചെയ്യാതെ കളിക്കുന്ന, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്തോ ആവട്ടെ ചതിച്ചോ വെട്ടിച്ചോ പറ്റിച്ചോ കളിക്കും എന്നുള്ള ഒരാളെ ബിഗ് ബോസിന് എപ്പോഴും ആവശ്യമാണ്. താഷി വിൽ ബി എ ഗുഡ് ഓപ്ഷൻ ഫോർ ജഡ്ജസ്. അപ്പൊ അതുകൊണ്ട് ജഡ്ജസ് പറയുന്നെങ്കിലും അത് തീരുമാനിക്കുന്ന മേക്കേഴ്സ് ആണ്, അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ മേക്കേഴ്സിന് പറ്റിയ മൂന്നാമത്തെ ബെസ്റ്റ് ഓപ്ഷനാണ് താഷി. ഓക്കെ, നമ്മുടെ വിഷ്ണു ജോഷിയൊക്കെ മാക്സിമം ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആര് നിന്നാലും അവിടെ ഒരു ഫീലിങ്സോ ഇമോഷനോ ഒന്നുമില്ല, അതൊക്കെ കളിച്ച് തീർത്ത് വരും. അതുപോലെ അല്ല താഷി ഇവിടെ കളിച്ച് ജയിക്കുന്ന ടാസ്കുകളൊക്കെ കുറവാണ്. എന്നിരുന്നാലും താഷിയിൽ കുറേ സാധനങ്ങൾ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സോ ജഡ്ജസ് സെലക്ട് ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ ആള് താഷി ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇനി അടുത്ത് ഞാൻ ജഡ്ജസ് സെലക്ട് ചെയ്ത കാര്യം ഞാൻ മാറ്റി നിർത്തുവാണ്. ഇനി നമ്മുടെ എന്താ പറയാ പ്രേക്ഷകരിലോട്ട് വരാം. നമ്മുടെ വോട്ടിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വോട്ടിംഗ് ആയിക്കോട്ടെ ജഡ്ജസ് ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും ഒരുപോലെ സെലക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പേരാണ് ലൊലീറ്റ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ മിക്ക ആളുകളും ഈ ലൊലീറ്റയ്ക്കായിരിക്കും വോട്ട് കുത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കാര്യം ജെൻസി, നമ്മുടെ റെനയുടെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ എല്ലാ സീസണിലെയും പ്രായം കുറഞ്ഞ ഒരു കാറ്റഗറിയിൽ വിവരവും വിദ്യാഭ്യാസവും വിവേകവും ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് പുതുതലമുറയെ മാറ്റാൻ കഴിവുണ്ട് എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയാണ് നമുക്ക് എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ലൊലീത്ത പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്, പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്, ടീം വർക്ക് എടുത്ത് കളിയെ ജയിപ്പിക്കുന്നുണ്ട്, ഒരു നേതൃത്വം കൊടുക്കാൻ പറ്റുന്നുണ്ട് ഈ 19ാമത്തെ വയസ്സിലും ബാക്കിയുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ അതിനകത്തുള്ളപ്പോൾ തന്നെ. അപ്പം ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ബിഹേവ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യാനും പോസിറ്റിവിറ്റിയുടെ ആളാണ്, നെഗറ്റിവിറ്റി ഉള്ള ഒരാളല്ല ലൊലീത്ത എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ലൊലീത്തയെ ജഡ്ജസ് ചൂസ് ചെയ്തെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രേക്ഷകർ ചൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലൊലീത്തയ്ക്ക് നല്ലൊരു വശം നെഗറ്റീവ് ഉള്ളത് പെങ്ങളുട്ടി കാർഡാണ്. അത് ലൊലീത്തയുടെ ഗെയിം ആയിരിക്കാം മേ ബി. ഇവ രാകേഷ്, ഷിജുലാൽ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പെങ്ങളുട്ടി കാർഡ് നമ്മുടെ ലൊലീത്തയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ലൊലീത്തയെ ജഡ്ജസ് സെലക്ട് ചെയ്യാൻ സാധ്യത കുറവാണ്, പ്രേക്ഷകർ സെലക്ട് ചെയ്യാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. ദെൻ അഞ്ചാമത്തത്, പണ്ടായിരുന്നെങ്കിൽ ജഡ്ജസ് ഇയാളെ സെലക്ട് ചെയ്തേനെ, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജഡ്ജസ് സെലക്ട് ചെയ്യൂല, പക്ഷെ 100% പ്രേക്ഷകരെ ഇയാളെ ചൂസ് ചെയ്യും. ആരാണ്? രാകേഷ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാകേഷ് ഒരു നല്ല ചോയ്സ് ആണ്. കോമാളിത്തരത്തിനെ പറ്റിയ ബെസ്റ്റ് ആളാണ് രാകേഷ്. വിചാരിക്കാത്ത അസ്ഥാനത്ത് കോമഡി പറയാനും ചിരിപ്പിക്കാനും വായടപ്പിക്കാനും താറ്റി അണയ്ക്കാനും ഒക്കെ പറ്റിയ ഒരാളാണ് രാകേഷ് ഗെയിം കളിച്ച് എങ്ങാണ്ടൊക്കെയോ കുറച്ച് ഗെയിമൊക്കെ ജയിച്ചിട്ടുണ്ട്, നല്ല കാര്യം, ഇൻഫിനിറ്റി പെന്നന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ
നമുക്കറിയാം ആദ്യത്തെ ഒരു 3, 4, 5 ദിവസത്തെ പെർഫോമൻസ് അല്ല രാകേഷിന്റെ ഇപ്പോഴത്തെ പെർഫോമൻസ്. ആ ദിവസത്തിലെ രാകേഷിന്റെ കോമഡികൾ നമ്മൾ എൻജോയ് ചെയ്തിരുന്ന പോലെ ഫൺ ഫാക്ടേഴ്സ് എൻജോയ് ചെയ്തിരുന്ന പോലെ ഇപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇപ്പോൾ ടേൺ ചെയ്തിരിക്കുന്നത് ഒരു കോമഡി തരത്തിലോട്ടാണ്. രാകേഷ് സ്റ്റേജിൽ വരുന്നുണ്ടോ ഇപ്പൊ എന്തൊക്കെയോ വിടുവായിത്തരം വിളിച്ച് പറയാനാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് പേഴ്സണലി ഉണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ ഒപ്പീനിയനിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ചെയ്യാം. സോ രാകേഷിനെ പക്ഷേ നമ്മുടെ പ്രേക്ഷകര് റോട്ടിൽ നിന്ന് എന്താ പറയാ ഒരാൾ കോമഡി തരം കാണിച്ചു കഴിഞ്ഞാൽ കൈയടിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഞാൻ ഉൾപ്പെടെ പലരും എന്ത് ചെയ്യും, പോയി ആ കൊള്ളാലടെ നല്ലടേ എന്ന് ചിരിച്ചോണ്ട് നിൽക്കും. അപ്പം നമ്മുടെ പ്രേക്ഷകര് തട്ടി അകത്തിടാൻ ചാൻസ് ഉള്ള ആൾ, അതായത് പ്രേക്ഷകര് അവരുടെ വോട്ടുകൾ കൊടുക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വ്യക്തി രാകേഷ് ആണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, രാകേഷ് കാണിക്കുന്ന കുറേ സാധനങ്ങൾ ബിഗ് ബോസിൽ അത് യൂസ് ആയിട്ട് വരും. മെറ്റീരിയൽ ആണെന്ന് വെച്ചാൽ എനിക്ക് രാകേഷ് ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്നോ ബിഗ് ബോസ് മൈൻഡ് ഗെയിം കളിക്കാൻ പറ്റുമെന്നോ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ രാകേഷ് അവിടെ വന്നു കഴിഞ്ഞാൽ കുറെ കൂടെയൊക്കെ കണ്ടന്റും അടിയും എല്ലാം ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് പ്രേക്ഷകര് ആ ഒരു കാരണം കൂടെ വെച്ച് രാകേഷിനെ ചൂസ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ടോട്ടലി 5 പേര് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേർക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇത്രയും അടിപൊളിയായിട്ട് അവിടെ മൈൻഡ് ഗെയിം, സംസാരിക്കാൻ കഴിവുണ്ട്, എല്ലാ കാര്യങ്ങളുള്ള ഒരാളുടെ പേര് ഞാൻ പറഞ്ഞില്ല. അത് എന്തുകൊണ്ടാണ് പറയാത്തത്? ആരാ പേര്? വേറെ ആരുമല്ല, എൽദോയെ ഇപ്പൊ വരുന്ന എപ്പിസോഡുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലെ നമ്മുടെ എൽദോ അല്ല ഇപ്പോഴത്തെ എൽദോ. തുടക്കത്തിൽ സംസാരിക്കത്തില്ല, കണ്ണുകൊണ്ട് മാത്രം ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു എൽദോ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എൽദോ സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 12 കണ്ടസ്റ്റന്റിൽ റാങ്കിങ് ടാസ്ക് ഇന്നലെ നടന്നതിൽ എൽദോ ഫസ്റ്റ് വന്നു. സംസാരിച്ച് നിൽക്കാനുള്ള കഴിവുണ്ട്, പോയിന്റ്സ് പറയാനുള്ള കഴിവുണ്ട്, നിലപാടുണ്ട്, പറയുന്നതിൽ വ്യക്തതയുണ്ട്. പിന്നെ ഒരു പൊളിറ്റീഷ്യനാണ് പുള്ളി. അപ്പോൾ ഒരു പൊളിറ്റിക്സ് മൈൻഡിലുണ്ട്. നമ്മുടെ സീസണിന്റെ തീം പൊളിറ്റിക്സ് ആണ്. ബിഗ് ബോസിന്റെ പൊളിറ്റിക്സ് കളിക്കാൻ പറ്റിയ ഒരാളാണ് എൽദോ. സോ എനിക്ക് തോന്നുന്നു പറയുന്ന കാര്യങ്ങളിൽ ആ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് എന്താ പറയാ, ബാക്കിയുള്ളവരെ പറഞ്ഞ് പറ്റിക്കാനും അതുപോലെ തന്നെ വിശ്വസിപ്പിക്കാനും ഒരു പോസിറ്റിവിറ്റി ബാക്കിയുള്ളവരുടെ ഉള്ളിൽ നേടിയെടുക്കാനും ബാക്കിയുള്ളവർക്ക് ഒരു എതിരാളിയായിട്ട് മാറാനും കഴിവുള്ള ഒരു ബെസ്റ്റ് ആളാണ് ഈ പറയുന്ന എൽദോ. സോ എൽദോയെ ജഡ്ജസ് സെലക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേസമയം പ്രേക്ഷകർ സെലക്ട് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. അപ്പോ ഞാൻ 6 പേരാണ് പറഞ്ഞത്: സോന, ഷിബിന, താഷി, ലൊലിത, രാകേഷ്, എൽദോ. ഇവർ 6 പേരിൽ എത്ര പേര് ബിഗ് ബോസ് വരും എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും ഒരു 5 പേരെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ 5 പേര് ഈ 6ൽ 5 ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ശ്യാം, ഷിജുലാല്, പൂജ, ഷിജിൻ, ഷാമോൻ, അഫിയാനാസ് ഇവരുടെയൊക്കെ പേര് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? എനിക്ക് കമ്പാരിറ്റീവ്ലി ഇതിനകത്ത് എല്ലാവരും കൂടെ കയറ്റിവിടാൻ പറ്റത്തില്ലല്ലോ. ഇതിനകത്ത് നിന്നും ഒരാളെ ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 12 പേരിൽ ഒരാളെ ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പൂജയെ ഒഴിവാക്കും, രണ്ടാമത് ഷിജുലാലിനെ ഒഴിവാക്കും, മൂന്നാമത് ഷിജിനെ ഒഴിവാക്കും, നാലാമത് ശ്യാമിനെ ഒഴിവാക്കും, അഞ്ചാമത് അഫിയാനാസിനെ ഒഴിവാക്കും. ഷാമോനെ കൂടി ഞാൻ ലിസ്റ്റ് വെക്കും. എന്നാലും നമുക്ക് നിവർത്തിയില്ല, 5 പേരെ ആയിരിക്കും മാക്സിമം സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി കൂടിയാൽ ചിലപ്പോൾ 6 പേരെ സെലക്ട് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം കൺഫേംഡ് കണ്ടസ്റ്റൻസ് ഒക്കെ മൊത്തം 15-16 പേര് കാണുമല്ലോ. അപ്പൊ ഇവരവിടെ വരുമ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലും അവസാന നിമിഷം പിന്മാറേണ്ടതായിട്ട് വന്നാലോ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാലോ ചിലപ്പോൾ ഈ കോമണേഴ്സിന്റെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം വോട്ടിംഗ് ലൈൻസ് സെപ്റ്റംബർ 4-ാം തീയതി വരെ ഓപ്പൺ ആണ്. അപ്പോൾ എനിക്ക് 5 പേര് അല്ലെങ്കിൽ ഈ 6 പേരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ബെറ്റർ ആയിട്ടുള്ളത് ഷാമോനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം ഷാമോൻ നല്ല ആളാണ്, നല്ലപോലെ സംസാരിക്കാൻ കഴിവുള്ളതും അതുപോലെ തന്നെ ഗെയിം കളിക്കാനും എല്ലാ കാര്യത്തിലും ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്ക് ഷാമോനെ ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ 6 പേരുടെ പേര് പറഞ്ഞു, അതിന് താഴെയാ ഷാമോൻ, അതിന്റെ മുകളിലല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഷാമോന്റെ പേര് ഇതിനകത്ത് ഈ ലിസ്റ്റിൽ പറയാത്തത്. ദെൻ ഷ്യാമിന്റെ കേസിൽ ശ്യാം പറയും, അഭിപ്രായങ്ങൾ പറയും, കൃത്യമായിരിക്കും. പക്ഷെ അത് വല്ലപ്പോഴായിരിക്കും പറയുന്നത്. എപ്പോഴും ശ്യാമിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ചിലയിടത്ത് മാത്രം, ചില സമയം മാത്രം സംസാരിക്കുന്ന ഒരു ശ്യാമാണ്. പക്ഷെ അറിയില്ല, ശ്യാമിന് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെങ്കിൽ, കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ശ്യാം ബിഗ് ബോസ് വീട്ടിൽ സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഷിജുലാൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല തോന്നുന്നു. ഷിജുലാലിനെ കൊണ്ട് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഷിജുലാലിനെ ടാസ്ക് കളിക്കാനും ജയിക്കാനൊക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ ഇവരെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ എനിക്ക് ഷിജുലാൽ ഒന്നുമേ അല്ലാന്ന് തോന്നിയിട്ടുണ്ട്. പൂജയെ കൊണ്ട് പറ്റത്തില്ല. പൂജ നല്ലൊരു വ്യക്തിയാണ്, എനിക്ക് വ്യക്തിപരമായി പൂജയെ ഇഷ്ടമാണ് ഇത് കണ്ട അഗ്നിപരീക്ഷ കണ്ടതിൽ. പക്ഷെ പൂജ ബിഗ് ബോസിന് ആപ്റ്റായിട്ടുള്ള ഒരാളാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ബിഗ് ബോസ് വീട് ചതിയുടെയും വഞ്ചനയുടെയും ഒരു കോട്ടയാണ്. അവിടെ നമ്മുടെ മൈൻഡ് ഗെയിം, നമ്മുടെ സർവൈവൽ, നമ്മുടെ ഫിസിക്, നമ്മുടെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പൂജയ്ക്ക് എല്ലാം കൂടി അവിടെ സമർപ്പിച്ച് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഷീ സച്ച് ലൈക്ക് എ ജെന്യുവിൻ ജെം. ഭയങ്കര പാവമായിട്ടുള്ള ഒരാളാണ് പൂജ. സോ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പൂജ പറയാത്തത്. ദെൻ ഷിജിൻ
എനിക്ക് അവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസിലെ സീസൺ ഈ അഗ്നിപരീക്ഷയിൽ വന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി ഇഷ്ടമുള്ളത് ഷിജിനെയാണ്. പക്ഷെ ഷിജിനെ ഞാൻ ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ല, കാരണം ഷിജിനും ഭയങ്കര നൈസ് ജമ്മാണ്. പക്ഷെ ഷിജിൻ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യമല്ല പുറത്ത് പറയുന്നത്. അപ്പം ആ ഒരു വിഷയമാണ് ഷിജിനെ നെഗറ്റീവായിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത്. ഷിജിന്റെ കൂടെ നിൽക്കുന്നവരാണ് ഷിജിനെ പണി ചെയ്ത് ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷിജിൻ വരാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഷിജിനും നല്ലൊരു പേഴ്സണാലിറ്റിയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ അഗ്നിപരീക്ഷ കണ്ടുള്ള പരിചയമേ ഉള്ളൂ. എന്നിരുന്നാലും ഷിജിൻ വളരെ നല്ലൊരു പേഴ്സണാണ്. അഫിയാനാസ് എനിക്ക് തോന്നുന്നില്ല ഇത് തന്നെയാണ്. വേറെ എനിക്ക് അഫിയാനാസ് അവിടെ കാണിച്ചു കൂട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കലവില, മൊത്തത്തിൽ ഒരു വഴക്ക് നടന്ന അവിടെ നമുക്കൊരു ക്ലിയറൻസ് വേണ്ടേ? എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലിയറൻസ് അല്ല, ഒരു ക്ലാരിറ്റി വേണ്ടേ? അഫിയാനാസ് ഉണ്ടെങ്കിൽ അവിടെ ക്ലാരിറ്റി ഉണ്ടാവത്തില്ല. മൊത്തം ഉഴുത് മറച്ചില്ല. കരിമ്പങ്കാട്ടില് ഇനിയിപ്പം ഞാൻ ആ പേര് പറയാൻ പോയി കഴിഞ്ഞാൽ ബോഡി ഷെയിം എന്ന് പറയും. അതുകൊണ്ട് അതെ, മൊത്തം എന്താ പറയുക, വേറൊരു വേർഡ്, കാക്ക കാനാൻ കിണ്ടി കണക്കാക്കി ഇടും എല്ലാം കൂടി. അങ്ങനെ മൊത്തത്തിൽ തുളച്ച് കൈ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അഫിയാനാസിനും പ്രതീക്ഷയില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ഓഡിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് പാവങ്ങളെ കയറ്റും മെറ്റീരിയൽ ആയിട്ടുള്ളവർ ഇറങ്ങും. എന്തായാലും ജഡ്ജസിന്റെ കയ്യിൽ 2-3 ഉള്ളത് സമാധാനം. അവര് നല്ല ഒരു കാലിബർ ഉള്ള 2-3 പേരകത്ത് കയറ്റും എന്ന് ആഗ്രഹിക്കുന്നു. എന്റെ ആഗ്രഹം ഇതിൽ നിന്ന് 8 പേരെങ്കിലും കയറണം എന്നാണ്. 8ാം സീസൺ ആണ്. അപ്പൊ 8 പേരെ ഇതിൽ നിന്ന് കയറ്റണം എന്നാണ് എന്റെ ഒരു ആഗ്രഹമാണ്. നടക്കൂല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും 5 പേരെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. കാരണം 40 പേരെ ഓഡീഷൻ നടത്തിയതാണ് അല്ലേ? അപ്പൊ 5 പേരെങ്കിലും വന്നില്ലെങ്കിൽ അത് ഭയങ്കര വലിയ അൺഫെയർ ആയിരിക്കും. അത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. 4-ാം തീയതി വരെ നിങ്ങൾക്ക് വോട്ടിംഗ് ചെയ്യാം. നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യൂ. നമ്മുടെ ബിഗ് ബോസ് ആണ്. ഞാനിപ്പോൾ ഇത് വോട്ടിംഗ് ക്യാമ്പയിൻ ഒന്നും അല്ല നടത്തിയത്. നമ്മുടെ ബിഗ് ബോസ് ആണ്. അവിടെ എത്രയും നല്ല നല്ല കണ്ടസ്റ്റൻസ് പൊട്ടൻഷ്യൽ ഉള്ളവർ വരുന്നോ അത്രയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും സീസൺ. സോ പഴങ്ങളെയും വാഴകളെയും കയറ്റിവിടാതെ കണ്ടന്റ് തരുന്ന ആൾക്കാരെ കയറ്റുക, കളിക്കാൻ അറിയാവുന്ന ആൾക്കാരെ കയറ്റുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുള്ളൂ. പ്രേക്ഷകരെ, നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യണ്ട. പക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ വോട്ട് കൊടുക്കാവൂ. ആൻഡ് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടു തീരുമ്പോൾ ഒരു പോസ്റ്റ് ഇടാൻ പോവാണ്. ഈ ഇപ്പോൾ ഉള്ളവരിൽ നിന്നും ആരൊക്കെ ബിഗ് ബോസിലോട്ട് വരണം എന്നുള്ളൊരു പോള്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഉടനെ തന്നെ പോയി എന്ത് ചെയ്യുക, അതിൽ പോൾ ചെയ്യുക. 3 പോൾ ഉണ്ടാവും. പോള് 1, 2, 3. കാരണം 12 പേരുണ്ട്. അപ്പം 4 പേരുള്ള 3 പോളായിട്ട് ഞാനിപ്പോൾ ഇടും. നിങ്ങൾ പോയി വോട്ട് ചെയ്യണം. അപ്പം നിങ്ങളുടെ വോട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ആരൊക്കെ കയറാം, നിങ്ങൾക്ക് ആരൊക്കെയാണ് ഇഷ്ടം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ട്. അപ്പൊ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഓണമൊക്കെ ആഘോഷം, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ട് വീട്ടിലിരിക്കുക. അപ്പോ ബൈ.